ഈ മഴ വലിയ രീതിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളാണ് അവർ. പ്രത്യേകിച്ച് നമുക്ക് കൊല്ലത്തെ സാഹചര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരല്പം വ്യത്യസ്തമായത് ഈ പ്രതികൂല കാലാവസ്ഥയിൽ നേരത്തെ തന്നെ വറുതിയിലായിരിക്കുന്ന ഇടയിലാണ് ഈ കപ്പൽ കടലിൽ മുങ്ങിയ ഒരു ആശങ്ക കൂടി പടർന്നത്. ഇതോടെ പല മത്സ്യത്തൊഴിലാളികളുടെയും ജീവിതം വഴിമുട്ടിയ സ്ഥിതിയിലേക്ക് കൂടി ആയിരിക്കുകയാണ്. കാരണം ഇനി എന്ന് കടലിൽ പോകാനാകും എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. മനോജ് ചേരുന്നു. മനോജ്, ഒന്ന് കാലവർഷത്തിന്റെ കെടുതി, അതോടൊപ്പമാണ് ഈ കപ്പൽ ദുരന്തം കൂടി ഉണ്ടായത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു ആശങ്ക നിഴലിക്കുന്നുണ്ടല്ലേ? രോഹിണി, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കൊല്ലത്തെ വിവിധ തീരങ്ങളിലായി കണ്ടെയ്നറുകൾ അടിഞ്ഞതും അതോടൊപ്പം തന്നെ ഈ കാലവർഷം കനത്തതോടുകൂടി തന്നെ കടലിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിനു പുറമെയാണ് ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടി വലിയ ആശങ്ക പടർന്നത്. അതോടുകൂടി തന്നെ ഇവരൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടിലാണ്. അല്ലെങ്കിലും ഈ മത്സ്യ ലഭ്യതക്കുറവ് നിലനിന്ന സമയം പിന്നീട് മഴ ശക്തമാകുന്നു, കടലിലേക്ക് പോകാൻ പറ്റാതെ വരുന്നു. അപ്പോൾ തന്നെ ഇനി സ്കൂളൊക്കെ തുറക്കുന്ന ദിനങ്ങളാണ് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടാകുന്ന ദിനങ്ങളാണ്. പക്ഷേ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഈ കൊല്ലത്തെ വിവിധ തീരങ്ങളിലുള്ള ഓരോ മത്സ്യത്തൊഴിലാളികളും. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഒരുപാട് വെള്ളങ്ങളാണ് അങ്ങനെ ഈ കടലിൻ്റെ തീരത്തോട് ചേർത്ത് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വാടി തീരത്താണ്. കടലിനുള്ളിലേക്ക് ഇറക്കാൻ പറ്റാതെ ഒരുപാട് വെള്ളങ്ങൾ അങ്ങനെ തന്നെ കരയിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഇനി എന്ന് കടലിലേക്ക് പോകാനാകുമെന്നുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോരുത്തരും. ഈ കടലിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം തീരത്തേക്കാണ് 41 കണ്ടെയ്നറുകൾ, അതായത് ഈ MSC എൽസ 3 കപ്പൽ മുങ്ങിയതോടുകൂടി കണ്ടെയ്നറുകളെല്ലാം ഒഴുകിയെത്തിയത് കൊല്ലത്തേക്കായിരുന്നു ആദ്യം. അതിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക പടർന്നിരുന്നു. കാരണം വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളൊക്കെ നടന്ന സാഹചര്യമാണ്. അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാക്കി എന്ന് തന്നെയാണ്. നമ്മളോടൊപ്പം ഇവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരൊക്കെ തന്നെ അങ്ങനെ കുറച്ച് ദിവസമായി ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുകയാണല്ലോ. അതെ തന്നെ. ശനിയാഴ്ച മുതൽ തുടങ്ങിയാണിത്. ശനിയാഴ്ച മുതൽ തുടങ്ങി ഇതുവരെ ഇന്ന് വെള്ളിയാഴ്ചയായി, ഒരാഴ്ച ആകാൻ പോകുന്നു. ഇത് തന്നെ ഈ പ്രശ്നം കാരണം പണിക്കും പോകാതെ അങ്ങനെ നിൽപ്പുണ്ട്. മരങ്ങളൊക്കെ വീഴുന്നുകൊണ്ട് കരകൾ ഭയങ്കര കഥ ഇപ്പോൾ കാണുന്നില്ലേ? ഇപ്പം തന്നെ എടുത്തിട്ടിരിക്കുകയാണ് ഇതിന് കാറ്റ്. ഈ തിരമലയ്ക്ക് നമുക്ക് അങ്ങോട്ട് പണിക്കാൻ പറ്റില്ല. അത് കാരണം എല്ലാവരും പണി മുടങ്ങിയിരിക്കുകയാണ്. എപ്പോൾ ഇത് മാറും പണിക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തിലിരിക്കുക. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു കാരണവശാലും മുൻകൈ എടുത്ത് വരുന്നില്ല. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രളയം വന്നപ്പോൾ കേരളത്തിൻ്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ ഫിഷറീസ് മന്ത്രിക്കും എല്ലാവർക്കും അറിയാം ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് പോലും ഇതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്യുക, അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ പോലും ഇവിടുത്തെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് വരുന്നില്ല. ഇനി എന്ന് പണിക്കാൻ പറ്റുമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾ. പിന്നെ ഈ കപ്പൽ ഇതാന്ന് വന്ന കണ്ടെയ്നർ, അതിൽ നിന്ന് വഴി വരുന്ന തടികൾ മത്സ്യബന്ധനത്തിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ പോലും ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നില്ല. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ട ദിനങ്ങളാണ്. വലിയ ചിലവൊക്കെ ഉള്ള ഏറ്റവും വലിയ ദുരിതമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം 2-ാം തീയതി സ്കൂൾ ഓപ്പണാണ്. എങ്ങനെ ഈ കുട്ടികളെ സ്കൂളിൽ വിടും? ബുക്ക് വേണം, ബാഗ് വേണം, അവരുടെ യൂണിഫോം വേണം, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെ എന്ത് ചെയ്യും? തൊഴിലായത് എന്ത് ചെയ്യാൻ പറ്റും? വലിയ ദുരിതത്തിലാണ് ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മൊത്തത്തിൽ. കാലവർഷം ഇങ്ങനെ കനത്തു പെയ്യുമ്പോൾ അത് ഭയങ്കര പ്രശ്നത്തിലുണ്ട്. അതായത് നിങ്ങൾക്ക് കടലിലേക്ക് പോകരുതെന്ന് ആദ്യം തന്നെ നിർദ്ദേശം ഉണ്ടല്ലേ? നിർദ്ദേശം നിങ്ങൾ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചാനലുകളിലും അറിയിക്കുന്നുണ്ടല്ലോ. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കാണെന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ ചാനലും, വാർത്താ ചാനലും എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിന് അവഗണിച്ച് പോകാനും പറ്റൂല. കാലാവസ്ഥയ്ക്ക് പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്തം ചെയ്യാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടേതായ അവസ്ഥ മനസ്സിലാക്കാൻ ആരുമില്ല. ഇനി ഈ കേരളത്തിലൊരു പ്രളയം വന്നാൽ മത്സ്യത്തൊഴിലാളി തന്നെ ഈ ഗവൺമെൻറ് ആശ്രയിക്കും. ഈ മത്സ്യത്തൊഴിലാളി ഞങ്ങൾ തന്നെ അതിന് മുൻകൈ എടുത്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പോകേണ്ടതായിട്ടും വരും. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ മൊത്തം ഈ ധീരദേശത്ത് വരും. ഈ കൊല്ലം ജില്ലയിലെ എല്ലാ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മൊത്തം ധീരദേശത്ത് വരും. ഇങ്ങനൊരു സാഹചര്യം വന്ന് മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ഇല്ല. ഒരു മനുഷ്യരെയും തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. ഇങ്ങനൊരു പ്രളയം വരട്ടെ, ഇതിന് വള്ളങ്ങൾ പോകണം, ഇവിടുത്തെ തൊഴിലാളി പോകണമെന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ എത്തും. MLA വരും, MP വരും, വേണ്ട ജില്ലാ കളക്ടർ വരും,
IG വരും, എല്ലാവരും വരും. പക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കാണാനോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ ആരും വന്നെത്തുന്നില്ല. തീരദേശത്ത് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. അതാണ് കൊല്ലത്തെ ജനവാസികളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ദുരിതം. തീർച്ചയായും ഈ കണ്ടെയ്നറുകളൊക്കെ വന്ന് അടിഞ്ഞപ്പോൾ ഈ വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളും അതോടൊപ്പം ഈ ആശങ്കകളൊക്കെ പടർന്നു നിന്നു. അതും ഈ ബുദ്ധിമുട്ടിൽ വലിയൊരു ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ കണ്ടെയ്നറുകളും കടലിലൂടെ തടികളും ഒഴുകുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. രാത്രികാല മത്സ്യബന്ധനം കഴിഞ്ഞ് വരുമ്പോൾ ഈ വള്ളങ്ങളിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാവാനുള്ള വളരെ വലിയ സാഹചര്യങ്ങളുണ്ട്. അതിലൂടെ അവരുടെ ജീവനും വസ്തുവിനും വരെ അപകടം പറ്റുവാനുള്ളതുണ്ട്. അതിലൊന്നും സർക്കാരിൻ്റെ ശ്രദ്ധ പറ്റുന്നില്ല. അതാണ് നമുക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ മത്സ്യത്തെക്കുറിച്ചുള്ള വ്യാപകമായ ഒരു പരാതി, മത്സ്യം കഴിക്കരുതെന്നുള്ളത്, അത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറും. അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകണം മത്സ്യത്തിനെക്കുറിച്ച്. മത്സ്യബന്ധനം പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് അവരാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത്. ഇതെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു ആശങ്കയാണ്. നേരത്തെ പലരും പറഞ്ഞതുപോലെ വലിയൊരു ദുരന്ത മേഖലയിൽ നിൽക്കുന്ന കണക്കാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് നിൽക്കുന്നത്. അതിനൊരു മാറ്റം വരാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ടേ പറ്റൂ. മത്സ്യത്തൊഴിലാളികൾ അത്ര വലിയ ദുരിതത്തിലാണിന്ന്. പല വീടുകളിൽ നിന്ന് പട്ടിണിയിലാണ്. അതുപോലും പരിഹരിക്കാനോ അതിനൊരു മാറ്റം വരുവാനോ പറയുന്നില്ല. ഒരു പ്രളയം വരുമ്പോൾ സർക്കാർ പറയുന്നു കേരളത്തിൻ്റെ സൈന്യമാണ്. എന്നാൽ കേരളത്തിൻ്റെ സൈന്യം ഇന്ന് ദുരിതം അനുഭവിക്കുമ്പോൾ യാതൊരുവിധ സഹായങ്ങളും ചെയ്യുവാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. സർക്കാർ വെറും നോക്കുകുത്തികളായി മാത്രം നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനൊരു മാറ്റം തീർച്ചയായും ഞങ്ങൾക്ക് വേണം. അതുതന്നെയാണ് ഞങ്ങൾക്കിവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നടങ്കം പറയാനുള്ളത്. കൂടുതലും ഉൾക്കടലിലോട്ടൊക്കെ പോകുന്നവരാണ്. അപ്പോൾ നിലവിലിപ്പോൾ എന്താണ് അവസ്ഥ, ഒരു കടലിൻ്റെ ഒരു അവസ്ഥ നമ്മൾ പറയുകയാണെങ്കിൽ? കടൽ വളരെ പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ്. കാരണം കാറ്റും അതിനോടൊപ്പം തന്നെ മഴ, കടലിൻ്റെ ഒഴുക്ക്, ഇതെല്ലാം നമുക്കൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതിന് നമുക്ക് ഈ അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് പോകാൻ കഴിയില്ല. അപ്പം എത്ര ദിവസം ഇത് നീണ്ടുപോകുമെന്ന് പോലും മത്സ്യത്തൊഴിലാളികൾക്ക് അറിയില്ല. അതിനെക്കുറിച്ച് വിശദമായി പറയേണ്ട വിദഗ്ധന്മാരാണ്. അപ്പോൾ അത്തരം അവസ്ഥയിൽ നമ്മളെ വേണ്ട രീതിയിൽ പരിപാലിക്കാനും പരിഗണിക്കാനും സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. എന്നാണ് കടലിലേക്ക് പോകാനെന്നുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണല്ലേ? എന്ന് പോകാൻ പറ്റുമെന്നൊരു കാത്തിരിപ്പ് തന്നെയാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ 30-ാം തീയതി വരെയാണ് പറഞ്ഞിരുന്നത് നേരത്തെ ചാനലിലൂടെ. ഇപ്പോൾ അത് 3-5-ാം തീയതി വരെയൊക്കെ പറയുന്നത്. ഈ ദിവസങ്ങളിങ്ങനെ നീണ്ടു പോകുമ്പം ഈ തീരദേശത്ത് ഈ ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് ഒരു പരിഹാരമെന്ന് പോലും സർക്കാർ പറയുന്നില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് പോലും പറ്റില്ല. കോടികൾ ചിലവാക്കി ഈ 4-ാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാരിന് എന്തുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികളെ കണ്ടുകൂടാ? അവരുടെ ഈ ദുരിതത്തിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ആദ്യം ഈ പൊതുജനങ്ങളെ അല്ല അവർ ആദ്യം സേവിക്കേണ്ടത്. ആ ജനങ്ങൾക്ക് വേണ്ടി അവർ എന്തെങ്കിലും ചെയ്യേണ്ടത്. എന്നിട്ട് വേണ്ട ഇവർ കോടികൾ ചിലവാക്കി ഈ ആഘോഷങ്ങളൊക്കെ നടത്തേണ്ടത്. ഒന്നുമില്ല. ഈ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ ആഘോഷം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ആര് ചിന്തിച്ചാലും ആർക്കൊരു പിടിയും കിട്ടത്തില്ല. ഇത്രയും ദുരിതങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ കോടികൾ ചിലവാക്കുന്നത്. അപ്പോൾ ആ കോടികളെ മതിയല്ലോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട്. ലെംസ ഗ്രാൻഡ് പോലും മത്സ്യരുടെ മക്കൾക്ക് അതിൻ്റെതായ സമയത്ത് തക്ക സമയത്ത് പോലും ലെംസ ഗ്രാൻഡ് പോലും ലഭിക്കുന്നില്ല. 2024 ലഭിക്കുന്ന ലെംസ ഗ്രാൻഡ് 25 പോലും കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മക്കൾക്ക്. അതുപോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ന് മത്സ്യരുടെ മക്കൾ മുന്നോട്ട് പോകുന്നത്. പഠിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ അടച്ച കാശ് പോലും 5 മാസത്തെ പൈസ പോലും കൊടുക്കുന്നില്ല, അതുപോലും ലഭ്യമാക്കുന്നില്ല. ഇപ്പം നിരോധനം വരും. ഈ എന്ത് ചെയ്യും ഈ സർക്കാർ? ഈ ബോട്ടിൽ പോകുന്ന ഫിഷിംഗ് ബോട്ടിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുവരെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? 10 കിലോ അരി കൊടുക്കും. 10 കിലോ അരി കൊണ്ട് 52 ദിവസം ഒരു വ്യക്തി, ഒരു കുടുംബം ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത്? ഈ മാറി മാറി വരുന്ന ഏത് സർക്കാരുകളായാലും മത്സ്യത്തൊഴിലാളികളെ അതമ്പതിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താ വീട്ടിലേക്ക് ഒരു അവസ്ഥ? വളരെ ബുദ്ധിമുട്ടാണ്. ഇനി വരുന്ന 2-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ല ചെയ്യാനായിട്ട്. ഇനി സർക്കാർ വേറെ നോക്കൂ, ഇതായിട്ട് കണ്ണടച്ച് കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ അവസ്ഥയിലിരിക്കുകയാണ്. ഞങ്ങൾ ഈ സമയത്ത് സഹായിക്കാത്തവർ ഇനി എന്നാ സഹായിക്കുന്നത്? ഞങ്ങൾ വെച്ച പൈസ, ക്ഷേമേതി പൈസ ഈ സമയത്ത് വേണ്ട കൊടുക്കേണ്ടത്, അതും കൂടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ. ചേട്ടാ, ഒരു സാഹചര്യം ഇതൊക്കെ പറഞ്ഞത് തന്നെയാണോ? അത് തന്നെ
അത് തന്നെ. കടലിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പറ്റാത്തതുണ്ട്, കടലിൽ പോകാൻ പറ്റത്തില്ല. ആ ഈ ഒരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ കരയിലും നാശനഷ്ടങ്ങളുണ്ടാകും, മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നുണ്ട്, അതോടൊപ്പം കടലിലും പോകാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ? ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യം മാറണമെന്നുള്ളത് തന്നെയാണ്. അതായത് ഈ മഴക്കാലം ആകുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകണം, അല്ലെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും അതിനൊരു സ്ഥിരം സംവിധാനം തന്നെ വരണം. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ അന്യ സംസ്ഥാനത്ത്, അയൽ സംസ്ഥാനങ്ങളിൽ ഇത്തരം ബോട്ട് നിരോധനവും ഈ കാലവർഷങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നല്ലൊരു തുക മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ഉപജീവന മാർഗത്തെ അല്ലെങ്കിൽ അവരുടെ നിത്യചെലവിനെ ഒരു പരിധിവരെ അതൊരു താങ്ങാണ്. എന്നാൽ കേരള സർക്കാർ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അന്യസംസ്ഥാനം എന്ന് വെച്ചാൽ തമിഴ്നാടായാലും ശരി, ആന്ധ്രയായാലും ശരി, നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മത്സ്യത്തൊഴിലാളി ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. അവരെ കണ്ട പാപം പോലും സർക്കാർ നടിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ദൂർത്താണ് ഇവിടെ നടക്കുന്നത്. അതല്ലാതെ മത്സ്യമേഖലയ്ക്ക് വേണ്ട ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാവണം. ഈ ഒരു ഭാഗത്തൊക്കെ എങ്ങനെയാണ്? അതായത് സാധാരണ ഈ സമയത്തൊക്കെ എല്ലാവരും ജോലിയിലൊക്കെ തിരക്കിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ റോഡിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം കാലാവസ്ഥ അത്രത്തോളം പ്രതികൂലമാണ്. സർക്കാർ പറയുന്ന ആ നിബന്ധനകൾ, അല്ലെങ്കിൽ സർക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആരും ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു, അതനുസരിച്ചാണ് അത് അക്ഷരം പ്രതി മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം മുഴുവനും നോക്കിയാൽ അറിയാം. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ ആ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മുടെ സർക്കാരിനാണ്. സർക്കാർ എവിടെയാണ്? സർക്കാർ ആഡംബരം നടത്താൻ നടക്കുക, അവരുടെ 4ാം വാർഷികം ആഘോഷിക്കുക കോടികൾ മുടക്കിക്കൊണ്ട്. ആ കോടികളുടെ ഒരു പരിധി, ഒരു കുറച്ച് ഭാഗം എടുത്ത് ഈ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയാൽ തന്നെ അതൊരു വലിയ ആശ്വാസമാണ്. ഇന്ന് പല വീടുകൾ നോക്കിയാൽ അറിയാം, കഞ്ഞി വെച്ച് കാണില്ല, അത്തരമൊരവസ്ഥയാണ്. അതിനൊരു മാറ്റം ശാശ്വതമായിട്ടുണ്ടാവണം. അത് കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്രാവശ്യം ദുരിതം കൂടുതലാണ്. കാരണം കാലവർഷം നേരത്തെ എത്തിയതുകൊണ്ട് വലിയ ദുരിതമാണ്. ഈ സ്കൂൾ പ്രവേശനത്തിന് വേണ്ടി മക്കൾക്ക് എന്തെങ്കിലും ഒരു രൂപ ഉണ്ടാക്കാൻ കഴിയേണ്ട സമയം പോലും നമ്മളിന്ന് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് സർക്കാർ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പറയാനുള്ളത്. തീർച്ചയായും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു വിഷമകരമായിട്ടുള്ള ആലോചന തന്നെയാണ് ഓരോരുത്തരും. സാധാരണ ഈ സമയത്തൊക്കെ എല്ലാവരും ജോലിക്ക് പോകുന്നതാണ്. പക്ഷേ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊന്നും പോകാൻ കഴിയാതെ ഇനി എന്ന് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാത്തിരിപ്പാണ്. എന്തായാലും സ്കൂളൊക്കെ തുറക്കുന്ന ദിനങ്ങളാണ്. ഓരോരുത്തരുടെയും വീട്ടിലെ ബുദ്ധിമുട്ടുകളടക്കം അവർ പറയുന്നുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം, ശാശ്വതമായിട്ട് തന്നെ ഒരു പരിഹാരം കാണണമെന്നാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യമാണ് കൊല്ലത്തെ വിവിധ തീരങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. രോഹിണി. അതെ, ശരി മനോജ്. കൊല്ലം വാടി കടപ്പുറത്ത് നിന്നാണ് മനോജ് വിവരങ്ങൾ നൽകിയത്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മളോട് പങ്കുവച്ചത്. കാലവർഷം കനത്തു, പ്രതികൂല കാലാവസ്ഥയാണ്. അവർക്കിനി എന്ന് കടലിൽ പോകാനാകുമെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുന്നു, ഒരു കാര്യവും വീട്ടിലെ ഉൾപ്പെടെ ഒന്നും നടക്കുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടു കൂടിയാണ് അവർ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്.